ഫ്രണ്ട്സ് എല്ലാവർക്കും കുഞ്ഞാറ്റാസ് വേൾഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് ഏറ്റവും ചിലവ് കുറഞ്ഞ രീതിയിൽ എങ്ങനെ നമുക്ക് ഹോം മെയ്ഡ് വിപ്പിംഗ് ക്രീം ഉണ്ടാക്കാം എന്ന് നോക്കാനാണ്. അതിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് 2 പഴുത്ത പഴമാണ്. അത് നേന്ത്രപ്പഴമായിരിക്കണം. അത് നമുക്കൊരു പാത്രത്തിൽ വെള്ളമിട്ട് നമുക്ക് പുഴുങ്ങാൻ വെക്കാം. സാധാരണ നമ്മൾ പഴം പുഴുങ്ങുമ്പോൾ ഉപ്പിടും, പക്ഷേ ഇതിൽ ഉപ്പിടരുത് കേട്ടോ. അപ്പോൾ അത് പുഴുങ്ങിയെടുത്ത ശേഷം നമ്മൾ ഒരു മിക്സിയുടെ ജാറിലേക്ക് തൊലിച്ചിട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കുക, അല്ലെങ്കിൽ കൈ കൊണ്ടൊന്ന് ഉടച്ചെടുത്താലും മതി, കുഴപ്പമില്ല. ഇനി നമ്മളൊരു പാനിൽ 1.5 ടീസ്പൂൺ കോൺഫ്ലവർ പൊടി ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ 1.5 ടീസ്പൂൺ മൈദപ്പൊടിയും കൂടെ ചേർക്കുക. ഇനി ഫുള്ളായിട്ട് കോൺഫ്ലവർ ചേർക്കുന്നവർക്ക് അങ്ങനെയും ചേർക്കാം. ഇനി നമ്മൾ പാലാണ് ചേർക്കാൻ പോകുന്നത്. പാലിന് പകരം വെള്ളം ഒഴിച്ചു കൊടുക്കുക. അങ്ങനെ വരുമ്പോൾ പാൽപ്പൊടി ചേർത്താലും മതി, അത് നമ്മുടെ ഇഷ്ടമാണ്. അപ്പോൾ പാല് ഞാനിവിടെ ചേർത്ത് കൊടുത്തത് ഒരു 1/4 ഗ്ലാസ് പാലാണ്. ആ പാല് ചേർത്തിട്ട് നമ്മൾ നല്ലോണം ഇത് കട്ടൊടിച്ച് കൊടുക്കുക. ഇപ്പം നമ്മൾ ഫ്ലെയിം ഓൺ ചെയ്യാൻ പാടില്ല. ഇനി നമ്മൾ ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ലോ ആക്കി വെക്കുക. ഏറ്റവും സിമ്മിലാക്കി വെക്കണം. ഇനി നമ്മൾ ഒരു 2 ടീസ്പൂൺ പഞ്ചസാര, എത്രയാണോ നമുക്ക് മധുരം ആവശ്യം അത്രയും മധുരം ചേർത്ത് കൊടുക്കുക. ഈ ഒരു കൺസിസ്റ്റൻസി എത്തുമ്പോൾ നമ്മൾ അടിച്ചു വെച്ചിരിക്കുന്ന ആ പഴം ഉണ്ടല്ലോ, ആ പഴത്തിൻ്റെ പൾപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. നമുക്ക് വേണമെങ്കിൽ ഈ പഴത്തിൻ്റെ നടുവിലുള്ള ആ കറുത്ത കുരു നാര് ഒക്കെ ഒഴിവാക്കാം. അത് ഞാൻ ഒഴിവാക്കിയിട്ടില്ല. അതൊരു ഡെക്കറേറ്റ് പോലെ കാണാനുണ്ടാവും കറുപ്പായിട്ട്. അതൊരു ഭംഗിയാണ് അതിലുണ്ടാവുന്നത്. ആവശ്യമില്ല എന്നുള്ളവർക്ക് അത് ഒഴിവാക്കുകയും ചെയ്യാം. ഇനി നമ്മളിതൊന്ന് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കണം. നല്ലോണം മിക്സ് ചെയ്തിട്ട് അതിലുള്ള വെള്ളത്തിൻ്റെ ഒരു അംശം ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് പോകുന്നവരെ നമ്മളൊന്ന് നല്ലോണം ഇളക്കി കൊടുക്കുക. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഹോം മെയ്ഡ് വിപ്പിംഗ് ക്രീം, ഹോം മെയ്ഡ് ചോക്ലേറ്റ്, വൈറ്റ് ചോക്ലേറ്റ് ഒക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ലോ ഫ്ലെയിമിൽ വെക്കാൻ പാടുള്ളൂ തീ. ഈ ചിലവരുടെ സ്റ്റാൻഡ് എത്ര ലോ ഫ്ലെയിം ആക്കിയാലും അതിന് നല്ല തീയോ ചൂടോ ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ മുകളിൽ നമ്മൾ മറ്റൊരു സ്റ്റാൻഡ് കൂടെ വെച്ചിട്ട് അതിന്മേൽ വേണം ചട്ടിയൊക്കെ വെക്കാൻ. എന്നിട്ട് വേണം ഇത് ചെയ്യാൻ കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ ഇളക്കി കൊടുക്കൽ നിർത്താനേ പാടില്ല. കൈ വിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. ഞാനിപ്പോൾ ഇതിൻ്റെ മുകളിൽ വേറൊരു സ്റ്റാൻഡ് കൂടെ വെച്ചതുകൊണ്ട് കുറച്ച് ചൂട് കുറവാണ് ഇതിന് കിട്ടുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ കുറച്ച് ഇളക്കൽ കുറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. ഈ ഒരു സിറ്റുവേഷൻ എത്തുന്നവരെ, അതായത് ചട്ടിയിൽ നിന്ന് ഇതിങ്ങനെ വിട്ടു പോരുന്ന കണ്ടില്ലേ, ഈ ഒരു സിറ്റുവേഷൻ എത്തുന്നവരെ നമ്മളിത് അടുപ്പത്ത് വെച്ച് ഇളക്കിക്കൊണ്ടിരിക്കണം. ഇനി നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വാങ്ങി വെക്കാം. അപ്പോൾ ഇത് തണുക്കാനായിട്ട് മാറ്റി വെക്കുക. തണുത്ത് കഴിഞ്ഞ ശേഷം നമ്മളതൊരു പാത്രത്തിലേക്ക് മാറ്റുക. ഓർക്കുക, നമ്മൾ മാറ്റുന്ന പാത്രത്തിൽ ഒരു തുള്ളി വെള്ളം പോലും ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ അതൊന്ന് തണുത്ത ശേഷം മാറ്റിയിട്ട് നമ്മൾ അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസ് അല്ലെങ്കിൽ ഏലക്കായി അങ്ങനെ എന്തെങ്കിലും ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു കഷ്ണം ബട്ടർ ചേർത്ത് കൊടുക്കുക. ഒരു 2 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കതൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ ഉപയോഗിക്കുന്നത് ഈ പ്ലാസ്റ്റിക്കിൻ്റെ ബീറ്ററാണ്. അല്ലെങ്കിൽ വിസ്ക് ഉള്ളവർക്ക് അത് ഉപയോഗിക്കുക, ഇലക്ട്രിക് ബീറ്റർ ഉള്ളവർക്ക് അതും ഉപയോഗിക്കുക. അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്, ഏത് വേണേലും യൂസ് ചെയ്യാം. അല്ലെങ്കിൽ ഇനി മിക്സിയുടെ ജാറിൽ തന്നെ അടിച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഇനി നമ്മൾ നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഇത്രയും മതി. നമ്മുടെ സ്വാദിഷ്ടമായ ഒരു കേടുമില്ലാത്ത കെമിക്കലൊന്നുമില്ലാത്ത വിപ്പിംഗ് ക്രീം തയ്യാറായി കഴിഞ്ഞു. ഇനി നമുക്ക് കേക്ക് ഡെക്കറേറ്റ് ചെയ്യാനൊക്കെ ഇത് യൂസ് ചെയ്യാം. അപ്പം നമ്മൾ ഒരുപാട് ക്യാഷ് കൊടുത്തിട്ട് പുറത്തുനിന്ന് വിപ്പിംഗ് ക്രീം വാങ്ങിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് വീട്ടിൽ തന്നെ സിമ്പിളായിട്ട് പലവിധ വിപ്പിംഗ് ക്രീമും ഉണ്ടാക്കാം. ഞാൻ ചാനലിൽ മറ്റൊരു വിപ്പിംഗ് ക്രീമും കൂടെ ഇട്ടിട്ടുണ്ട്. അത് താല്പര്യമുള്ളവർക്ക് അത് പോയിട്ട് കാണാം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയുമായി കാണുന്നത് വരെ